ജന്തർ മന്ദറിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. ആഹ്ലാദാരവം മുഴക്കുകയാണ് സമരക്കാർ ജന്തർ മന്ദറിൽ. അവർ ഇനിയും പിരിഞ്ഞു പോയിട്ടില്ല, ഇനിയും ചർച്ച നടക്കേണ്ടതുണ്ട്. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ചർച്ചയ്ക്ക് മുന്നോടിയായുള്ള ഉപോധിയായിരുന്നു. ആ രാജിക്ക് ശേഷമേ ചർച്ചയുള്ളൂ എന്നാണ് CJP ഇന്നലെ ചർച്ച നടത്തിയപ്പോൾ അറിയിച്ചത്. എന്തായാലും ഇനി ചർച്ച എപ്പോൾ നടക്കുമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇനി മന്ത്രിസഭാ പുനഃസംഘടനയിൽ വിദ്യാഭ്യാസ വകുപ്പ് ആര് ഭരിക്കും എന്നുള്ളതാണ്. CJP അതിനോട് നിലപാട് സ്വീകരിക്കുമെന്നുള്ളതാണ്. ഈ സമരം ഇനി എങ്ങനെ മുന്നോട്ട് പോകും, ഈ ആവശ്യത്തിൽ തീരുമോ ജെൻസി മൂവ്മെന്റ് എന്നുള്ളതും പ്രധാനപ്പെട്ട ചോദ്യമാണ്. CJPയുടെ ഇനിയുള്ള നീക്കം എന്താണ് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. റഷീദ് ബിൻ മുഹമ്മദ് വീണ്ടും റഷീദ്, ഈ സമരക്കാർ ഇന്ന് പിരിഞ്ഞു പോകുമോ? സമരക്കാർ അത്രയും വേഗം പിരിഞ്ഞു പോകുമെന്ന് നമുക്ക് വ്യക്തമാവുന്നില്ല. കാരണം നിരവധി ആളുകൾ ഈ വിജയാഘോഷത്തിന്റെ ഭാഗമായിട്ട് ഇങ്ങോട്ടേക്ക് എത്തുകയാണ്. വിവിധ മേഖലകളിൽ ഇപ്പോഴും പോലീസ് കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പോലും അവയൊക്കെ മറികടന്നുകൊണ്ട് വിജയാഘോഷത്തിന്റെ ഭാഗമായിട്ട് എല്ലാവരും ഇങ്ങോട്ടേക്ക് എത്തുകയാണ്. വന്ദേമാതരം, അതോടൊപ്പം തന്നെ ദേശീയഗാനം അടക്കം ഇതിനോടകം തന്നെ ഇവിടെ ആലപിക്കുകയും വലിയ തോതിലുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. എന്നാലും കുറച്ചു സമയത്തിന് ശേഷം മാത്രമായിരിക്കും ഈ പ്രതിഷേധക്കാർ മടങ്ങിപ്പോവുക എന്നുള്ളതാണ് നിലവിൽ നമുക്ക് വ്യക്തമാകുന്നത്. കാരണം ആയിരക്കണക്കിനായിട്ടുള്ള പ്രതിഷേധക്കാർ ഈ ജന്തർ മന്ദറിന്റെ കിലോമീറ്ററുകൾ പരിധിയിലെല്ലാം തന്നെ വിജയം ആഘോഷിക്കുകയാണ്. സമാധാനപൂർവ്വമായിട്ട് തന്നെയാണ് നിലവിൽ ആഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വലിയ വിജയാഘോഷം നടക്കുന്നു. അതിനുശേഷം മാത്രമായിരിക്കും ഈ ആളുകൾ ഇവിടെ നിന്ന് പിരിഞ്ഞു പോവുക എന്നുള്ളതാണ്. എന്തായാലും പോലീസ് ഇതുവരെയും അത്തരത്തിൽ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകണമെന്നുള്ള നിർദ്ദേശങ്ങളൊന്നും തന്നെ ഇവർക്ക് നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനി എത്ര സമയം ഇവരുടെ ആഘോഷം മുന്നോട്ട് പോകും എന്നുള്ളതിൽ നമുക്ക് വ്യക്തതയില്ല. കാരണം നിരവധിയായിട്ടുള്ള ആളുകൾ ഇവിടെ തടിച്ചുകൂടി നിൽപ്പുണ്ട്. അതുകൊണ്ട് വേഗം ഈ സമരക്കാർ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകാനുള്ള സാധ്യത നമ്മൾ മുന്നിൽ കാണുന്നില്ല. എന്തായാലും വലിയ വിജയാഘോഷമാണ് ഇവിടെയുള്ളത്. നമുക്കറിയാം, ഇത് എല്ലാവരുടെയും ഐക്യത്തിന്റെ വിജയമാണ്. വലിയ തോതിലുള്ള ഒരു ഐക്യപ്പെടൽ ഈ സമരത്തിന് ഉണ്ട് എന്നുള്ളതാണ്. കർഷക സമരത്തിന് ശേഷം വലിയ തോതിലുള്ള ഒരു ഐക്യപ്പെട്ട സമരത്തിലേക്കായിരുന്നു CJPയും പ്രതിഷേധക്കാരും കടന്നിരുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ 35 ദിവസങ്ങളായിട്ട് ഇവിടെ അനിശ്ചിത സമരം നടക്കുകയായിരുന്നു. നിരാഹാര സമരങ്ങൾ നടന്നിരുന്നു. 26 ദിവസം സോനം വാങ്ചുക്ക് നിരാഹാര സമരം നടന്നു. സോനം വാങ്ചുക്കിനെ ധനമായിട്ട് പിടിച്ചുകൊണ്ട് പോയതിനു ശേഷമാണ് ഈ പ്രതിഷേധത്തിന്റെ ഒരു ഗതി തന്നെ മൊത്തത്തിൽ മാറിയത് എന്നുള്ളതാണ്. അതിനുശേഷം എല്ലാവിധ മേഖലകളിലും മുഖ്യ മേഖലകളിൽ ായിട്ട് ഇങ്ങോട്ടേക്ക് എത്തുകയായിരുന്നു. 20-ാം തീയതി നടന്നിട്ടുള്ള പോലീസിന്റെ അതിക്രമത്തിൽ പ്രതിഷേധിച്ചും നിരവധിയായിട്ടുള്ള ആളുകൾ ഈ പ്രതിഷേധത്തിന് പങ്കാളികളാകാനായിട്ട് ഇവിടെ മറ്റൊന്ന്